തന്നെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ നടപടി ഗൂഢാലോചനയെന്ന് KPCC അംഗം കെ.വി. സുബ്രഹ്മണ്യൻ. KPCC അധ്യക്ഷൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ല തീരുമാനങ്ങൾ എടുക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ MK രാഘവനെതിരായി പ്രവർത്തിച്ചിട്ടില്ലെന്നും കെ.വി. സുബ്രഹ്മണ്യൻ കോഴിക്കോട്ട് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുകയാണ്. ആനന്ദ്, കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ ഒരു സംഭവത്തിലാണ് കെ.വി. സുബ്രഹ്മണ്യൻ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ഗൂഢാലോചനയുടെ ഭാഗമാണ് തനിക്കെതിരെയുള്ള നടപടി എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നടപടി തനിക്കെതിരെയുള്ള KPCCയുടെ ഗൂഢാലോചന ഭാഗമാണെന്നാണ് ഇപ്പോൾ കെ.വി. സുബ്രഹ്മണ്യൻ അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. KPCC അധ്യക്ഷൻ സ്വന്തം ഇഷ്ടപ്രകാരമല്ല തീരുമാനം എടുക്കുന്നത്, മറിച്ച് ജയന്ത് പറയുന്നത് മാത്രമാണ് അദ്ദേഹം കേൾക്കുന്നതെന്നും ഈ കെ.വി. സുബ്രഹ്മണ്യൻ ആരോപിച്ചു. ജയന്തിന്റെ പ്രവർത്തനങ്ങൾ കോൺഗ്രസിന്റെ നാശത്തിനാണെന്നും താൻ മരണം വരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായിരിക്കുന്നു കെ.വി. സുബ്രഹ്മണ്യൻ അല്പസമയം കോഴിക്കോട് മാധ്യമങ്ങളോട് വ്യക്തമാക്കി. ഈ പ്രതിപക്ഷ നേതാവിനെയും UDF കൺവീനറെയും മറ്റ് ആരെക്കുറിച്ചും വായിൽ വരുന്ന എന്തും വിളിച്ചു പറയുന്ന KPCC പ്രസിഡന്റിൽ നിന്നോ അദ്ദേഹത്തിന്റെ അറ്റാച്ച്ഡ് സെക്രട്ടറിയുടെ സമ്മർദ്ദത്തിൽ പ്രവർത്തിക്കുന്ന DCC പ്രസിഡന്റിൽ നിന്നോ മറ്റൊന്നും താൻ പ്രതീക്ഷിക്കുന്നില്ലെന്നും സുബ്രഹ്മണ്യൻ വ്യക്തമാക്കിയിരുന്നു. ഉയർന്ന പദവികളും സ്വന്തം നേട്ടങ്ങളും മാത്രം ലാക്കാക്കി പ്രവർത്തിക്കുന്ന കോഴിക്കോട് ജില്ലയിലെ മറ്റ് നേതാക്കളെ ഈ മൂന്നംഗ സംഘം ബന്ദികളാക്കിയിരിക്കുകയാണെന്നുള്ള ആരോപണവും എന്തായാലും കെ.വി. സുബ്രഹ്മണ്യൻ ഉന്നയിച്ചത്. എന്തായാലും കോൺഗ്രസ് വീണ്ടും പതളപ്പണക്കങ്ങൾ ഒരു ഘട്ടത്തിന് ശേഷം വീണ്ടും ആരംഭിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒരുപക്ഷെ ഈ കെ.വി. സുബ്രഹ്മണ്യന് ശേഷം വീണ്ടും ആളുകൾ ഇത്തരത്തിൽ കൊഴിഞ്ഞു പോകാനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയാനാണ് KP. ആനന്ദത്തോടെ ഇപ്പോൾ കെ.വി. സുബ്രഹ്മണ്യത്തിന്റെ പ്രതികരണം കണ്ട് നമുക്ക് വാർത്തയിലേക്ക് മടങ്ങിയെത്താം. ഇത് ഒരു ഗൂഢാലോചനയുടെ ഫലമായി ചെയ്യുന്ന ഒരു നടപടിയാണ്. തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ ഞാൻ പ്രവർത്തിച്ചിട്ടില്ല എന്ന് പറയുന്നതിന് കാരണം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യവും എന്നോട് പറഞ്ഞിട്ടില്ല. ആനന്ദ്, ഇവിടെ ഒരു കാര്യവും തന്നെ അറിയിച്ചിട്ടില്ല. ഏകപക്ഷീയമായ ഒരു നിലപാടാണ് KPCC അധ്യക്ഷനും ഒപ്പം DCC പ്രസിഡന്റും നടത്തിയത് എന്നുള്ള ഒരു വിമർശനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. അതായത് കെ.വി. സുബ്രഹ്മണ്യത്തിന് പിറകെ മറ്റ് ചിലരിലേക്കും നടപടികൾ വരുമ്പോൾ അതിനെ ഒരു വിഭാഗം കൃത്യമായി പ്രതിരോധിക്കും എന്നുള്ള ഒരു നിലപാട് കൂടി അദ്ദേഹം പറയുകയാണല്ലേ? തീർച്ചയായും അത്തരത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ അതിൽ നിന്ന് വായിച്ചെടുക്കാൻ. മാത്രമല്ല, ഈ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിനെതിരെയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇന്ന് കെ.വി. സുബ്രഹ്മണ്യൻ ഉന്നയിച്ചിട്ടുള്ളത്. ഈ കോൺഗ്രസിന്റെ കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിലെ സാമ്പത്തികം ഉൾപ്പെടെയുള്ള ലാഭം കൊയ്യുന്ന മൂന്നംഗ പരസ്പര സഹായ സംഘത്തിന്റെ അന്യായ നടപടികളെ ചോദ്യം ചെയ്തതിന്റെ ഭാഗമായാണ് തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ നിന്ന് ബോധപൂർവ്വം മാറ്റി നിർത്തിയത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഈ നീതി ലഭിക്കാതായതോടെ തുടർന്നാണ് താൻ മറ്റ് 53 ഭാരവാഹികളോടൊപ്പം KPCC രാജിവെച്ചത്. അതായത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ആ രാജി ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നു. അത് താൻ ബഹുമതിയായാണ് കണക്കാക്കുന്നത് എന്നാണ് കെ.വി. സുബ്രഹ്മണ്യൻ വ്യക്തമാക്കിയത്. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അത്തരത്തിൽ ഈ 53 പ്രവർത്തകരെ കൊണ്ടുവന്ന് കോഴിക്കോട് ഒരു പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് താൻ KPCC അംഗവും ഈ 53 ഭാരവാഹികളടക്കം രാജിവെക്കാണെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇത് ആ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ കോൺഗ്രസിന് കനത്ത തിരിച്ചടി കിട്ടുന്നു. പ്രത്യേകിച്ച് കോഴിക്കോട് പോലെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു സ്ഥലത്ത് കെ.വി. സുബ്രഹ്മണ്യൻ പോലുള്ള മുതിർന്ന അംഗവും ഉത്തരവാദിത്തപ്പെട്ട ചുമതല ലഭിക്കുന്ന ആളും ഇത്തരത്തിൽ പത്രസമ്മേളനം നടത്തിയത് കോൺഗ്രസിനെ തീർച്ചയായും സമ്മർദ്ദത്തിലാക്കിയിരുന്നു. അതിന്റെ ഒരു ഭാഗമായി തന്നെയാണ് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ നടപടി ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ കെ.വി. സുബ്രഹ്മണ്യൻ പറയുന്നത് താൻ സത്യത്തിന്റെ ഭാഗത്ത് നിലനിർത്തിയതിന്റെ ഭാഗമായാണ് തന്നെ ഇത്തരത്തിൽ പുറത്താക്കിയതാണ് കെ.വി. സുബ്രഹ്മണ്യന്റെ വാദം. കോഴിക്കോട് നിന്നും ആനന്ദ് പുതൂരാണ് വിശദാംശങ്ങൾ നൽകിയത്.